ദിവസം അമ്മുവും കുട്ടനും ഡിങ്കന്റെയും സാറയുടെയും കൂടെ കാട് ചുറ്റി കാണാൻ പോവുകയാണ്. അമ്മോ, നീ എങ്ങോട്ടായി പോണേ? കുച്ച, അവര് ഒരു വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് നോക്കിയാലോ? അതൊരു മാന്ത്രിക വെള്ളച്ചാട്ടമാണ്. അതിന്റെ അടുത്തേക്ക് അത്ര പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല. ഓ ആണോ? അവര് പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ ജിങ്ക? ഇവിടെ ഒരു നീല ചിത്രശലഭമുണ്ട്. അതിന്റെ പാത പിന്തുടർന്നാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ വഴി കണ്ടുപിടിക്കാം. ഓഹോ, അങ്ങനെയാണോ സംഗതി? എങ്കിൽ വരും, നമുക്ക് ആ ചിത്രശലഭത്തിന്റെ പാത പിന്തുടരാം. ഓക്കെ കൊച്ച, നമുക്ക് പോകാം. പോകാം. അങ്ങനെ നടന്നുകൊണ്ടിരിക്കെ അവർ ആ നീല ചിത്രശലഭത്തെ കാണുകയും അതിന്റെ പാത പിന്തുടരുകയും ചെയ്തു. വെള്ളച്ചാട്ടം സൂപ്പറായിട്ടുണ്ടല്ലോ. അല്ല ചിങ്ക, ഇതിനെ എന്തുകൊണ്ടാണ് മാന്ത്രിക വെള്ളച്ചാട്ടം എന്ന് വിളിക്കുന്നത്? അമ്മോ, ഈ വെള്ളത്തിന് ഒരുപാട് പോഷക മൂല്യമുണ്ട്. ഇത് കുടിച്ചാൽ മാരക രോഗങ്ങൾ വരെ മാറുമെന്നാണ് കേട്ടറിവ്. ഓ, അങ്ങനെയാണോ സംഗതി? എങ്കിൽ നമുക്ക് ഈ വെള്ളം കാലൊടിഞ്ഞു കിടക്കുന്ന കണ്ണിപ്പൂച്ചയ്ക്ക് കൊടുക്കാം. അതൊരു സൂപ്പർ ഐഡിയ ആണല്ലോ, നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ അവർ ആ പോഷക മൂല്യമുള്ള വെള്ളം കണ്ണിപ്പൂച്ചയ്ക്ക് കൊടുക്കുകയും കണ്ണിപ്പൂച്ചയുടെ കാല് ശരിയാവുകയും ചെയ്തു. ഞാൻ ഈ കാലുകൊണ്ട് കുറെ കാലമായി ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. വലിയ ഉപകാരം ഡിങ്ക. അതൊന്നും സാരമില്ല കണ്ണിപ്പൂച്ചേ, നിന്റെ കാല് ശരിയായല്ലോ, അത് മതി. അങ്ങനെ ഡിങ്കനും കൂട്ടരും സാഹസിക യാത്ര തുടരുന്നു. ദയയും പങ്കുവെക്കലും മറ്റുള്ളവർക്ക് സൗഖ്യവും സന്തോഷവും നൽകും. വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള മാന്ത്രിക ജലം പോലെ പരിചരണത്തിന്റെയും പിന്തുണയുടെയും ലളിതമായ പ്രവർത്തനങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കും. മറ്റുള്ളവരെ, പ്രത്യേകിച്ച് ആവശ്യമുള്ളവരെ സഹായിക്കുന്നത് പോസിറ്റിവിറ്റി പ്രചരിപ്പിക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ്. യഥാർത്ഥ ശക്തി ശാരീരിക ശക്തിയിൽ മാത്രമല്ല, മറ്റുള്ളവരെ ഉയർത്താനുള്ള കഴിവിലാണ്. നന്ദി.